ഹലോ, അസ്സലാമലൈക്കും. എന്തൊക്കെയുണ്ട് എല്ലാവരെയും വർത്താനം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? പിന്നെന്തൊക്കെ? അപ്പം ഇന്ന് വീട്ടിലുള്ള സാധനം കൊണ്ട് ഒരു പലഹാരമായിട്ടാണ് ഉണ്ടാക്കുന്നത്. ഒരു പേരൊന്നുമില്ല, കൊക്കവട എന്ന് വിളിക്കും. മക്കളോട് കൊക്കവട ഉണ്ടാക്കാം കേട്ടോ പറഞ്ഞാണ്ടട്ടോ ഉണ്ടാക്കുന്നത്. കൊക്കവടക്ക് വേണ്ടി നമ്മളെ കടലപ്പൊടിയൊന്നും ഇല്ല കേട്ടോ, മൈദപ്പൊടി ഉണ്ട്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണ്ടേ. അപ്പോൾ വീട്ടിലുള്ള സാധനം വെച്ചിട്ടാണ് ഉണ്ടാക്കിയത്. ഞാൻ ഉള്ളി ഉണ്ട് വീട്ടിൽ. അപ്പോൾ ഉള്ളി എടുത്താണ്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കേണ്ട വെച്ചിട്ട് കറിവേപ്പിൻ്റെ അല്ലെങ്കിൽ ഉള്ളി നുറുക്കിയിട്ടോ. എന്നിട്ട് പിന്നെ കുറച്ച് ഉപ്പും ആയിക്കിട്ടു, പാകത്തിന് ഉപ്പും ഇട്ടു കേട്ടോ. ഉപ്പ് ഇട്ടാണ്ട് പിന്നെ മഞ്ഞപ്പൊടി ഇട്ടു. നമ്മളെ മൈദപ്പൊടി ഉണ്ടല്ലോ, കടലമാവില്ല, അപ്പം മൈദപ്പൊടി ഇട്ടോ, അതിൻ്റെ പകരം ഇട്ട മൈദപ്പൊടി ഇട്ടു. പിന്നെ അരിപ്പൊടി കുറച്ച് ഇട്ടു കേട്ടോ. നമുക്ക് മൈദപ്പൊടി ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇടാം. നമുക്ക് എന്തെങ്കിലും പൊടി ആട്ടപ്പൊടി ഇടണമെങ്കിൽ ആട്ടപ്പൊടിയൊക്കെ ഇടാം കേട്ടോ. അപ്പോൾ മൈദപ്പൊടി ഉണ്ടായപ്പോൾ മൈദപ്പൊടി ഇട്ടു. പിന്നെ മഞ്ഞപ്പൊടിയും മുളക് പൊടിയും ഒക്കെ ഇട്ടു കേട്ടോ. പിന്നെ ഇഞ്ചി ഇല്ല കേട്ടോ, അപ്പോൾ വെളുത്തുള്ളിയും ചീരുള്ളി ഇട്ടു കേട്ടോ, കുത്തി ഇട്ടു കേട്ടോ. ഇനി മല്ലിച്ചപ്പ് ഉണ്ടെങ്കിൽ മല്ലിച്ചപ്പ് ഇടാം കേട്ടോ. നമ്മളിപ്പോൾ വീട്ടിലെന്തൊക്കെ ഇല്ല സാധനം കൊണ്ടൊരു പലഹാരം അങ്ങനെയിട്ട് വിചാരിച്ചാൽ പെട്ടെന്ന് മക്കൾ എന്തെങ്കിലും ഉണ്ടാക്കും വെച്ച് പറഞ്ഞപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയതാണ്. അത് നല്ലോണം കുറച്ച് വെള്ളം പറഞ്ഞിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് നമ്മൾ ഉണ്ടാക്കാം കേട്ടോ. എന്നിട്ട് നമ്മൾ കൊക്കവട ചൂടുന്ന പോലെ കുറച്ച് കുറച്ചാക്കിയാണ്ട് ചൂടാട്ടോ. നമുക്ക് ചൂടൊക്കെ ആകുമ്പോൾ നല്ല ടേസ്റ്റ് ഇട്ട് ഞാൻ അങ്ങനെ ഉണ്ടാക്കലുണ്ട്. ഇനി നമുക്ക് മൈദപ്പൊടി ഇല്ല വിചാരിച്ചിട്ട് ഒരു കുഴപ്പമില്ല. നമുക്ക് അരിപ്പൊടി ഇട്ടുണ്ടാക്കാം. അരിപ്പൊടി കുറച്ച് തോന്നിട്ടുണ്ട്, പിന്നെ ആട്ടപ്പൊടി ആക്കിയാണ്ടൊക്കെ ഉണ്ടാക്കട്ടെ നമുക്ക്. അപ്പം വേഗം ഒന്നാമത്തെ ട്രിപ്പ് കഴിഞ്ഞു, പിന്നെ രണ്ടാമത്തെ ട്രിപ്പ് ഇടാനൊക്കെ തുടങ്ങിയിട്ടാണ്. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണേ, ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ ഞാൻ എടുക്കണ മുമ്പ് കുറച്ച് കരിവേപ്പിൻ്റെ എല്ലാം വെളിച്ചെണ്ണയ്ക്ക് ഇട്ടീനി കേട്ടോ, അതിലേക്ക് ഇട്ടീനി. പിന്നെ അപ്പോഴത്തേനും ആദ്യത്തെ ട്രിപ്പ് എടുത്തൊന്നും മക്കൾ എടുക്കാൻ തുടങ്ങി കേട്ടോ. നമ്മളിപ്പോൾ ഇതന്നെ കടലമാവ് തന്നെ വേണം കൊക്കവട ഉണ്ടാക്കുക, അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. നമുക്ക് വീട്ടിലെന്തല്ല അത് വെച്ച് നമുക്ക് പലഹാരം ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ മക്കളൊക്കെ നല്ല ഇഷ്ടമായി കേട്ടോ. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണേ.